ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പ്രായം കൂടുന്നതല്ല നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. നിങ്ങൾ ദിവസവും ചെയ്യുന്ന ചില ശീലങ്ങളാണ്. അതിൽ ചിലത് നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ അവ നിങ്ങളുടെ ആരോഗ്യം, സൗന്ദര്യം, സന്തോഷം എന്നിവയെല്ലാം നിശബ്ദമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കും. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് 50 വയസ്സിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ്. 50 വയസ്സിന് ശേഷം പല സ്ത്രീകളും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് ക്ഷമയില്ലാതെ പുതിയ പ്രോഡക്റ്റുകളിലേക്ക് തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് മറ്റൊന്നിലോട്ട് പോകും. എന്നിട്ട് അതിലും ഫലം കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ കുറേ നാൾ ഒരു സ്കിൻ കെയറും ചെയ്യാതിരിക്കും. അതിനുശേഷം പിന്നീട് ആദ്യം തൊട്ട് ചെയ്യാൻ തുടങ്ങും. പ്രായം കൂടുന്തോറും ചർമ്മത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്, സ്ഥിരതയാണ്. നല്ലൊരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്നിവ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ആഴ്ചയിലും റുട്ടീൻ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ നമ്മുടെ സ്കിന്നിന് ആവശ്യമായ ഗുണങ്ങൾ ലഭിക്കാതെ പോവുകയും ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു പ്രതിരോധ ശേഷി പോലും ദുർബലമാവുകയും ചെയ്യാം. അതുകൊണ്ട് 50 വയസ്സിന് ശേഷം ഒരുപാട് പ്രോഡക്റ്റുകൾ മാറി മാറി ഉപയോഗിക്കാതെ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ കണ്ടെത്തി അവ ഉപയോഗിക്കുന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, 50 വയസ്സിന് ശേഷം പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് കൂടുതൽ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ നല്ല ഫലം ലഭിക്കുക എന്നുള്ളത്. അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. സ്കിന്നിന് ആവശ്യമായത് പ്രോഡക്റ്റുകളുടെ എണ്ണമല്ല, ശരിയായ പ്രോഡക്റ്റുകളുടെ ശരിയായ ഉപയോഗമാണ്. ചിലർ ഒരേ സമയം നിരവധി സിറംസും ഒരുപാട് ക്രീമുകളും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും എല്ലാം ഉപയോഗിക്കും. പക്ഷേ ഓരോന്നിനും ഒരു പ്രത്യേക ഉപയോഗമുണ്ട്. അവ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതൽ പ്രോഡക്റ്റുകൾ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന് അനുയോജ്യമായ ഒരു റുട്ടീൻ പിന്തുടരുക എന്നുള്ളത്. നല്ല സ്കിൻ കെയർ എന്നത് എത്ര പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നു എന്നതിലല്ല, ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ എത്ര കൃത്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, കഴുത്തിനെയും ശരീരത്തിൻ്റെ പോസ്ചറിനെയും അവഗണിക്കുന്നതാണ്. പല സ്ത്രീകളും മുഖത്തെ പരിചരിക്കാൻ ധാരാളം സമയം ചെലവഴിക്കാറുണ്ട്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ മറന്നു പോകുന്നുണ്ട്. മുഖം ഒറ്റയ്ക്ക് നിലനിൽക്കുന്ന ഒന്നല്ല. നിങ്ങളുടെ മുഖം മനോഹരമായി കാണണമെങ്കിൽ അതിനോടൊപ്പം കഴുത്തും ശരീരത്തിൻ്റെ പോസ്ചറും അത്ര തന്നെ പ്രധാനമാണ്. മുഖത്ത് എത്ര നല്ല സ്കിൻ കെയർ ചെയ്താലും കഴുത്തിലെ സ്കിൻ വരണ്ടതോ അല്ലെങ്കിൽ ചുളിവുള്ളതോ ആയാൽ പ്രായം കൂടുതൽ തോന്നാം. അതുപോലെ എപ്പോഴും കുനിഞ്ഞിരിക്കുന്ന പോസ്ചർ മുഖത്തിൻ്റെ ഒരു ആകർഷണത്വവും ഒരു ആത്മവിശ്വാസവും ഒക്കെ കുറയ്ക്കുന്നതായിട്ട് കാണിക്കും. അതുകൊണ്ട് മുഖത്തുപയോഗിക്കുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. അതോടൊപ്പം നിവർന്ന് നിൽക്കാനും ഇരിക്കാനുമൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. പലപ്പോഴും ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ മുഖം മാത്രമല്ല, നിങ്ങളുടെ മുഴുവനൊരു പ്രസൻസ് ആണ്. അതുകൊണ്ട് 50 വയസ്സിന് ശേഷം സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മുഖത്തെ മാത്രം നമ്മൾ പരിചരിച്ചാൽ മതിയാകില്ല. കഴുത്തും പോസ്ചറും എല്ലാം അതിൻ്റെ ഭാഗമാണെന്ന് മറന്നു പോകരുത്. ഇനി നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് 50 വയസ്സിന് ശേഷം ചർമ്മത്തെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകില്ല. അതിന് താഴെയുള്ള മുഖത്തെ പേശികളുടെ, മസിലുകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. പ്രായം കൂടുന്തോറും മുഖത്തെ മസിൽസിൻ്റെ ടോൺ ക്രമേണ കുറയാം. അതിൻ്റെ ഫലമായി കവിളുകൾ താഴ്ന്നതായിട്ടും തൂങ്ങിയതായിട്ടും മുഖം ക്ഷീണിച്ചതായിട്ടും തോന്നാം. അതുകൊണ്ടാണ് ഫേഷ്യൽ മസാജ് പോലുള്ള രീതികൾ പലർക്കും വളരെയധികം ഗുണകരമാവുന്നത്. കൃത്യമായ ഫേഷ്യൽ മസാജ് ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും മുഖത്തിന് കൂടുതലൊരു ഉന്മേഷം നൽകാനും സഹായിക്കുന്നതാണ്. അതുമാത്രം പോരാ, നല്ല പോഷകാഹാരം, മതിയായിട്ടുള്ള ഉറക്കം, ശരിയായ സ്കിൻ കെയർ, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെല്ലാം ചേർന്നാലാണ് ഒരു മികച്ച ഫലം നമുക്ക് ലഭിക്കുക. അതിനാൽ 50-ന് ശേഷം സൗന്ദര്യം നിലനിർത്താൻ ചർമ്മത്തെ മാത്രം ശ്രദ്ധിക്കാതെ നമ്മുടെ മുഖത്തിൻ്റെ അടിത്തറയായ മസിലുകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകേണ്ടത് വളരെയധികം അനിവാര്യമാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, മനസ്സിൻ്റെ ആരോഗ്യത്തെ അവഗണിക്കുന്നതാണ്. ഒരു 50 വയസ്സിനൊക്കെ ശേഷം സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ചർമ്മ സംരക്ഷണത്തിന് മാത്രമായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ മുഖം പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയും പ്രതിഫലിപ്പിക്കാറുണ്ട്. ശരിയല്ലേ? നമ്മൾ ദീർഘകാലമായിട്ട് തുടരുന്ന ഒരു മാനസിക സമ്മർദ്ദം ശരീരത്തിൽ വിവിധ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കുകയും അതിൻ്റെ സ്വാധീനം നമ്മുടെ ചർമ്മത്തിൽ പ്രകടമാവുകയും ചെയ്യാം. ചർമ്മം കൂടുതൽ മങ്ങിയതായി തോന്നുക, ക്ഷീണിച്ച ഒരു രൂപം
രൂപം വരിക, ഉറക്കക്കുറവ് മൂലം മുഖത്തിൻ്റെ ഒരു തിളക്കം കുറയുക തുടങ്ങിയ മാറ്റങ്ങൾ പലർക്കും അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് 50 വയസ്സിന് ശേഷം നല്ലൊരു സ്കിൻ കെയർ റുട്ടീനോടൊപ്പം തന്നെ മനസ്സിനും വിശ്രമം നൽകുന്നത് വളരെ പ്രധാനമാണ്. നല്ല ഉറക്കം, ശാന്തമായ കുറച്ച് നിമിഷങ്ങൾ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുക, കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം വളരെ സന്തോഷകരമായി ഇടപഴകുക എന്നിവ മനസ്സിനെ ശാന്തമാക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഓർക്കുക, മനസ്സ് നിരന്തരം സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ അത് നമ്മുടെ മുഖത്തും പ്രതിഫലിക്കും. അതുകൊണ്ട് ഈ പ്രായത്തിൽ സൗന്ദര്യം സംരക്ഷിക്കണമെങ്കിൽ ചർമ്മത്തെ മാത്രമല്ല നമ്മുടെ മനസ്സിനെയും സംരക്ഷിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇനി 6ാമത്തെ കാര്യം, ഏജിങ്ങിനെ ഭയപ്പെടേണ്ട ഒന്നായി കാണുന്നതാണ്. പല സ്ത്രീകളും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് മുഖത്ത് വരുന്ന ഓരോ ചെറിയ മാറ്റത്തെയും വിഷമത്തോടെയും നിരാശയോടുകൂടിയും നോക്കുന്നതാണ്. ഒരു ചുളിവ് കണ്ടാൽ, മുഖം കുറച്ച് ഡള്ളായാൽ, മുഖം സാഗ് ചെയ്താൽ എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുകയാണ് എന്ന തോന്നൽ പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? വാർദ്ധക്യം ഒരു രോഗമല്ല, ജീവിതത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭാഗമാണത്. പ്രായം കൂടുന്നതിനനുസരിച്ച് ചർമ്മത്തിലും ശരീരത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. നമ്മുടെ ലക്ഷ്യം പ്രായത്തെ തോൽപ്പിക്കുകയല്ല, ആരോഗ്യകരമായും ആത്മവിശ്വാസത്തോടു കൂടിയും പ്രായത്തെ സ്വീകരിക്കുകയാണ്. പലപ്പോഴും സ്ത്രീകളെ കൂടുതൽ ആകർഷകമാക്കുന്നത് ചുളിവുകളില്ലാത്ത മുഖമല്ല, മറിച്ച് അവരുടെ ഒരു ആത്മവിശ്വാസവും അവരുടെ മുഖത്തെ ആ ഒരു സന്തോഷവും ആ ഒരു ജീവിതാനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച പക്വതയുമാണ്. അതുകൊണ്ട് 50 വയസ്സിന് ശേഷം ഓരോ മാറ്റത്തെയും നമ്മൾ ഭയത്തോടെ കാണാതെ നിങ്ങളുടെ ശരീരത്തിനും ചർമ്മത്തിനും ആവശ്യമായ പരിചരണം നൽകിക്കൊണ്ട് ഈ പ്രായത്തെ അഭിമാനത്തോടു കൂടി സ്വീകരിക്കാനാണ് പഠിക്കേണ്ടത്. സൗന്ദര്യം എന്നത് ചെറുപ്പമായി കാണുന്നതിൽ മാത്രമല്ല, ഓരോ പ്രായത്തിലും മനോഹരമായി ജീവിക്കുന്നതിനുമാണ്. ഇനി 7ാമത്തെ കാര്യം, നിങ്ങളുടെ വസ്ത്രധാരണത്തെ അവഗണിക്കുന്നതാണ്. 50 വയസ്സിന് ശേഷം പല സ്ത്രീകളും അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റാണ് സ്വന്തം വസ്ത്രധാരണത്തിൽ ശ്രദ്ധ കുറയ്ക്കുന്നത്. ഇനി ഈ പ്രായത്തിൽ എന്തിനാണ് ഇത്ര ശ്രദ്ധിക്കുന്നത്, എന്തിനാണ് നല്ല വസ്ത്രമൊക്കെ ധരിക്കുന്നത് എന്ന ചിന്തയോടെ പലരും തങ്ങൾക്കിഷ്ടമുള്ള നിറങ്ങളും സ്റ്റൈലുകളും ഉപേക്ഷിക്കാറാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, സൗന്ദര്യം എന്നത് ചർമ്മത്തെ മാത്രം ആശ്രയിച്ചുള്ളതല്ല. നിങ്ങൾ സ്വയം എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. മുഖത്തിന് എത്ര നല്ല പരിചരണം നൽകിയാലും നിങ്ങളെ ആത്മവിശ്വാസത്തോടെ കാണിക്കുന്ന വസ്ത്രധാരണമില്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ ഭംഗിയും പ്രകടമാകണമെന്നില്ല. നല്ലൊരു സാരി, അതിന് ചേരുന്ന ബ്ലൗസ്, വൃത്തിയുള്ള ഭംഗിയുള്ള വസ്ത്രങ്ങൾ, നിങ്ങളുടെ വ്യക്തിത്വത്തിന് യോജിക്കുന്ന നിറങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ മൊത്തത്തിലുള്ള രൂപത്തെ കൂടുതൽ പ്രസന്നവും ആകർഷകവുമാക്കാൻ സഹായിക്കും. അതിന് വില കൂടിയ വസ്ത്രങ്ങൾ അണിയണമെന്നൊന്നുമില്ല. പലപ്പോഴും ആളുകൾ നമ്മുടെ പ്രായത്തെ മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മുടെ ഒരു പ്രസൻസ് ആണ് കാണുന്നത്. അതുകൊണ്ട് 50 വയസ്സിന് ശേഷം ഒരിക്കലും നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ ഒരു അലക്ഷ്യത നിങ്ങൾ കാണിക്കരുത്. മറിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസവും വ്യക്തിത്വവും കൂടുതൽ മനോഹരമായി പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് വേണം അതിനെ കാണേണ്ടത്. അതുകൊണ്ട് പ്രായം കൂടിയത് കൊണ്ട് സ്റ്റൈൽ ഉപേക്ഷിക്കേണ്ടതില്ല, അത് കൂടുതൽ മനോഹരമായി നിങ്ങളെ ആവിഷ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 50 വയസ്സെന്ന് പറയുന്നത് നിങ്ങളെ എല്ലാത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു നമ്പറല്ല. നിങ്ങളെ കൂടുതൽ മനോഹരമായും ആത്മവിശ്വാസത്തോടു കൂടിയും ജീവിക്കാൻ തുടങ്ങേണ്ട പുതിയൊരു അധ്യായമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാം ഒരു ദിവസം കൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല, അങ്ങനെ മാറ്റാനും ചിലപ്പോൾ പറ്റണമെന്നില്ല. പക്ഷേ ഓരോ ചെറിയ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ രൂപത്തിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക. നിങ്ങളുടെ പ്രായത്തെ ഭയക്കാതെ അഭിമാനത്തോടെ അത് സ്വീകരിക്കുക. കാരണം 50 വയസ്സിന് ശേഷവും നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കും, നിങ്ങൾക്ക് സുന്ദരിയാകാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു മികച്ച വേർഷനായി ഈ 50കളെ മാറ്റാനായിട്ടും സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.